അവനെ കാഫിർ എന്ന് വിളിക്കാറുണ്ടോ? ഞങ്ങൾ പറയാറില്ല, നബി പഠിപ്പിച്ച അതാണ്, അത് സ്വീകരിക്കലാണ് ഇത്തിബാഉർ റസൂൽ. ഇനി ജമാഅത്തെ ഇസ്ലാമി ദീനിന്റെ സമഗ്രത പറയുമ്പോൾ അത് രാഷ്ട്രീയം മാത്രമായി പോകുന്നത് എന്തുകൊണ്ടാ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി എല്ലാം പറയുന്നവരാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുക രാഷ്ട്രീയ, എല്ലാവരും പ്രസംഗിക്കുക അതാണ്, ഭരണത്തിന്റെ കാര്യമാണ് എല്ലാവരും പറയാ, അതിലുള്ള ശിർക്കാണ് എല്ലാവരും പറയാ. അല്ലാതെ ജീവിതത്തിന് എന്താ പറയല്? വൈബിയായി പിന്നെ നിങ്ങൾ നോക്കൂ, സുന്നി പ്രസ്ഥാനം ചർച്ച ചെയ്യുന്ന അദൃശ്യ കാര്യങ്ങളിൽ എന്ത് ചർച്ച ജമാഅത്തെ ഇസ്ലാമി നടത്തിയത്? ഇവിടെ എത്ര ദർഗകൾ വർദ്ധിച്ചു വന്നു, എന്ത് ചർച്ച ജമാഅത്തെ ഇസ്ലാമി എടുത്ത്? ഖബറാരാധന എന്നൊരു പുസ്തകം മുമ്പ് ട്രാൻസ്ലേഷൻ ചെയ്തിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്താ അവരുടെ സ്ഥിതി? സോളിഡാരിറ്റി എന്ന് പറഞ്ഞ കുട്ടി ജനിച്ചപ്പോ പ്രഷർ കയറി മാതാവായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ തള്ള മരിച്ചു, അതാ ഉണ്ടായത്. ഇവിടെ സോളിഡാരിറ്റി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇപ്പോൾ ഉള്ളത്, ആ പ്രസ്ഥാനം ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാത്രം ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ചോദിക്കുന്നത്, തൗഹീദിന്റെ വിശദാംശം ഉൾക്കൊള്ളുന്ന ഖുർആൻ, തൗഹീദില്ലാതെ ഒരാൾക്ക് എന്ത് നന്മ ചെയ്ത അയാൾ എന്ത് നന്മ സ്വീകരിച്ചിട്ടും മദ്യപിക്കാത്ത ഗാന്ധിജി അതിന്റെ പേരിൽ സ്വർഗത്തിൽ പോകുമോ? തൗഹീദില്ലാത്ത ഗാന്ധിക്ക് സ്വർഗം ലഭിക്കുമോ? മദർ തെരേസക്ക് സ്വർഗം ലഭിക്കുമോ? അത് പച്ചയായി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. തൗഹീദില്ലാത്തവന് മറ്റെന്തുണ്ടായാൽ ആളെ രക്ഷപ്പെടുമോ? വിശുദ്ധ ഖുർആൻ പറയുന്ന അല്ലദീന ലല്ല സഅയ്യുഹും ഫിൽ ഹയാത്തുദ് ദുനിയ, നബിയെ പ്രവർത്തിച്ചിട്ട് നഷ്ടപ്പെട്ടൊരു വിഭാഗത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നല്ല പ്രവർത്തനമാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ വിചാരിക്കുക, പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ ബാത്തിലാണ്. കാരണം അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നവർ വിശ്വസിക്കുന്നില്ല, അള്ളാഹുവിന്റെ ആയത്തുകൾ അവർ തള്ളിക്കളയുന്നു. അപ്പൊ ഇവിടെ ആദ്യം ഉണ്ടാകേണ്ടത് എന്താ? അള്ളാഹിനെ പറ്റിയുള്ള ബോധം. ഇന്ത്യ രാജ്യത്ത് ഭരണം വരണമെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ 55 പറഞ്ഞല്ലോ, വാദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി, സത്യവിശ്വാസികളായ അമലുസ് സ്വാലിഹാത്ത് ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് നാം ഉറപ്പ് നൽകുന്നു, മുൻകാലക്കാർക്ക് ഖിലാഫത്ത് നൽകിയ പോലെ നിങ്ങൾക്ക് ഖിലാഫത്ത് നൽകും, നിങ്ങൾക്ക് നിർഭയത്വം നൽകും, നിങ്ങളുടെ മതത്തിന് വ്യാപനം നൽകും. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, എന്നെ മാത്രമായിരിക്കണം നിങ്ങൾ ആരാധിക്കുന്നത്, എന്നിലൊന്നിനെയും പങ്കു ചേർക്കരുത്. ഇവിടുത്തെ കോടിക്കണക്കിന് മനുഷ്യർ അള്ളാഹുൽ പങ്കു ചേർക്കുമ്പോൾ ആദ്യം ഭരണത്തെ പറ്റിയാണോ പറയേണ്ടത്? പടച്ചോനെ പറ്റിയാണോ പറയേണ്ടത്? പടച്ചോന്റെ ഏകത്വത്തെ പറ്റി പറഞ്ഞ്, അവന്റെ എല്ലാവിധ ഗുണങ്ങളെയും പറ്റി പറഞ്ഞ്, അവൻ ആരാധിക്കേണ്ടതിന്റെ പ്രാധാന്യം പറഞ്ഞ്, അള്ളണ്ട് എന്ന് അംഗീകരിപ്പിച്ച്, ആ അള്ള പ്രവാചകന്മാരെ അയച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി, ആ പ്രവാചകന്മാർ അന്തിമനാണ് മുഹമ്മദ് നബി എന്ന് പഠിപ്പിച്ച്, ആ നബി ലോകർക്കാകമാനമുള്ള പ്രവാചകനാണെന്ന് ബോധ്യപ്പെടുത്തി, ആ നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ദൈവികമാണെന്ന് ബോധ്യപ്പെടുത്തി, ആ ദൈവിക ഗ്രന്ഥം അനുസരിച്ച് വിധിക്കാൻ പാടുള്ളൂ, അതാണ് കൃത്യമായി ഇസ്ലാം എന്ന ബോധ്യമുള്ളൊരു തലമുറയെ സൃഷ്ടിച്ചെടുത്താൽ, നിങ്ങൾ പറയാതെ തന്നെ ഈ ശ്രമം നടന്നാൽ ദീനുണ്ടാവും. മുജാഹിദ് പ്രസ്ഥാനം പിന്നെ ഹവാരിജികളുടെ പിന്മുറക്കാരാണ്. എന്താ? ഭരണം അല്ല തരുന്നതാണ്, നമ്മൾ മിണ്ടാതെ തിരിഞ്ഞാൽ ദീൻ. മുജാഹിദുകൾ പറയുന്നത് അങ്ങനല്ല, ഭരണം കിട്ടാനുള്ള ശ്രമം നടത്തണം. ആ ശ്രമം എങ്ങനെയാണ്? അത് തൗഹീദ് പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ആ തൗഹീദ് പ്രചരിപ്പിച്ചപ്പോ സമൂഹത്തിൽ റസൂലുള്ള അവർക്ക് സമ്മാനമായി, അള്ളാഹു സമ്മാനമായി നൽകിയതാണ് ഇസ്ലാമിന്റെ ഭരണം. അല്ലാതെ പിടിച്ചു പറിച്ചെടുത്തതല്ല, അടിച്ചുടച്ചുണ്ടാക്കിയതല്ല, വിപ്ലവം നയിച്ചുണ്ടാക്കിയതല്ല. മനുഷ്യന്റെ മനസ്സിന്റെ വിമോചനത്തിലൂടെ സർവാധിനാഥനായ റബ്ബ് അവർക്ക് സമ്മാനമായി നൽകിയ മഹത്തായ സമ്മാനമാണ് ഇസ്ലാമിന്റെ ഭരണം. അതും കൂടെ ഉണ്ടെങ്കിൽ എന്ന് നിങ്ങൾക്കറിയാലോ, പ്രവാചകന്മാരിൽ മഹാഭൂരിപക്ഷവും പിന്നെ ജീവിച്ച സമൂഹത്തിലെ രാജാക്കന്മാരനുസരിച്ച് ജീവിച്ചിരുന്നു. നിങ്ങൾക്കറിയാലോ, പണ്ഡിത പുരോഹിതന്മാരനുസരിച്ചു എന്ന് പറഞ്ഞ ഖുർആനിൽ ഒരിടത്തു പോലും ആ യഹൂദന്മാരും ക്രിസ്ത്യാനികളും അവരുടെ രാജാക്കന്മാരെയും മന്ത്രിമാരെ അനുസരിച്ചു, അതുകൊണ്ട് ശിർക്ക് വന്നു എന്നല്ല പറഞ്ഞിട്ടില്ല. പണ്ഡിത പുരോഹിതന്മാരനുസരിച്ച് അവിടെ ശിർക്ക് വന്നു എന്നാ അവിടെ വന്നത്. അവർക്ക് ഹലാല് ഹറാമാക്കാനും ഹറാമ് ഹലാലാക്കാനുള്ള അവകാശം വഹിച്ചു കൊടുത്തു. അതേസമയം പിന്നെ ആ രാജ്യങ്ങളിൽ റോമിലും പെർഷ്യയിലും ഗ്രീസിലും ഒക്കെ അള്ളാഹു അല്ലാതെ അവിടെ ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാർ അവരുടെ നിയമങ്ങൾ അവരനുസരിച്ചു. അത് ശിർക്കാണെന്ന് പറഞ്ഞില്ല. നബി എത്യോപ്യയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞു, അവിടെ ക്രിസ്തീയ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണം നിങ്ങൾ സ്വീകരിക്കരുത്, അള്ളാന്റെ ഭരണയെ സ്വീകരിക്കാവും, അദ്ദേഹത്തെ നിങ്ങൾ അനുസരിച്ചാൽ മുശ്രിക്കാവും എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നിങ്ങൾ അവിടെ പോയി ജീവിച്ചോളൂ, നിങ്ങൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് ഉതകും, അതാണ് ഹിജറയുടെ ഉദ്ദേശമെന്നാണ് സൂറത്ത് നിസായിലെ 97-ലും സൂറത്ത് നിസായിലെ 100-ാമത്തെ ആയത്തിലും അള്ളാഹു പറയും. അതുകൊണ്ട് ഒരു മൊത്തം വിശദീകരണം മാത്രമാണ് ഞാൻ നൽകിയത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പ്രഗത്ഭന്മാരായ 3 പണ്ഡിതന്മാർ എന്റെ പിന്നിലുണ്ട്, അവർ അവതരിപ്പിക്കും. ചോദ്യോത്തര സെഷനിൽ നമുക്ക് ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാം. സർവാധിനാഥനായ പടച്ചതമ്പുരാൻ പിഴച്ച കക്ഷികളുടെ വാദത്തെ കൃത്യമായി വിലയിരുത്താനും അവരുടെ ഉപദ്രവത്തിൽ നിന്ന് മുസ്ലിം കൈരളിയെ രക്ഷപ്പെടുത്തുന്നതിന്റെ ശ്രമത്തിൽ ഏർപ്പെടാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി
മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.